മുംബൈയിലെ സ്റ്റോൺമാൻ സൈക്കോ ഇന്നും കണ്ടെത്താൻ കഴിയാത്ത ഭീകര രഹസ്യം. 1980കളിലെ മുംബൈ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. അത് രാത്രിയായാലും നഗരം ഉറങ്ങാറില്ലായിരുന്നു. ട്രെയിനുകളുടെ ശബ്ദം, ടാക്സിയുടെ ഹോൺ, വഴിവീതികളിൽ നീങ്ങുന്ന ആളുകൾ. പക്ഷേ ആ നഗരത്തിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു. വലിയ കെട്ടിടങ്ങളുടെ നിഴലിൽ ആയിരക്കണക്കിന് ആളുകൾ ഫുട്പാത്തുകളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. ദിവസം മുഴുവനും കഠിനമായ ജോലി ചെയ്ത് തൊഴിലാളികൾ. രാത്രിയിൽ അവർക്കൊരു വീടില്ല. റോഡിന്റെ അരികിൽ പത്രം വിരിച്ച് അല്ലെങ്കിൽ പഴയ തുണി ഉപയോഗിച്ച് അവർ ഉറങ്ങും. അവർക്കറിയില്ലായിരുന്നു ആ നഗരത്തിൽ ഒരു അജ്ഞാത കൊലയാളി ചുറ്റി നടക്കുന്നത്. 1995 ഒരു ദിവസം രാവിലെ മുംബൈയിലെ ഒരു ഫുട്പാത്തിൽ ആളുകൾ ഒത്തുകൂടി. ഒരു തൊഴിലാളി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അവന്റെ തല ഭീകരമായി തകർന്നിരുന്നു. അവന്റെ അടുത്ത് ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം പോലീസ് കരുതിയത് ഇത് ഒരു സാധാരണ മരണമായിരിക്കാം. കേസ് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല, കാരണം അവൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു ഫുട്പാത്തിൽ അതേ രീതിയിലുള്ള ഒരു മരണം. വീണ്ടും തലയ്ക്ക് പരിക്ക്, വീണ്ടും ഒരു വലിയ കല്ല്. ഇപ്പോൾ പോലീസ് ശ്രദ്ധിച്ചു, ഇതൊരു സാധാരണ സംഭവമല്ല. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ 3-4 കേസുകൾ ഉണ്ടായി. എല്ലാ കേസുകളും ചില സാമ്യങ്ങളുണ്ടായിരുന്നു. ഇര, ഫുട്പാത്തുകളിൽ ഉറങ്ങുന്ന ആളുകൾ, ആക്രമണം, അർദ്ധരാത്രിക്കു ശേഷം, ആയുധം, വലിയ കല്ല്. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ ഒരു പേരു നൽകി: സ്റ്റോൺ മാൻ. ഈ വാർത്ത പടർന്നപ്പോൾ മുംബൈയിൽ ഭയം നിറഞ്ഞു. ഫുട്പാത്തിൽ ഉറങ്ങുന്ന ആളുകൾ ഭയന്നു. ചില രാത്രികളിൽ ഉറങ്ങുവാൻ പോലും ഭയപ്പെട്ടു. ചിലർ കൂട്ടമായി ഉറങ്ങാൻ തുടങ്ങി. പോലീസ് നഗരത്തിൽ പെട്രോളിംഗ് കൂട്ടി. പക്ഷേ കൊലയാളി വീണ്ടും ആക്രമിച്ചു. അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി: സ്റ്റോൺമാൻ വളരെ ശ്രദ്ധയോടെ ആക്രമണം നടത്തുകയായിരുന്നു. അവൻ ആദ്യം ഇരയെ ശ്രദ്ധിക്കും, ഇര ഉറങ്ങുന്നത് ഉറപ്പാക്കും, പിന്നീട് അടുത്തുള്ള കല്ലെടുത്ത് തലയ്ക്ക് ശക്തമായിടും. ഈ ആക്രമണം വളരെ പെട്ടെന്ന് നടക്കും. ഇരയ്ക്ക് പ്രതിരോധിക്കാൻ പോലും സമയം കിട്ടില്ല. മുംബൈ പോലീസ് വലിയ അന്വേഷണം തുടങ്ങി. നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കൊലപാതകങ്ങൾ നടക്കുന്നത് ഇരുണ്ട സ്ഥലങ്ങളിൽ, സാക്ഷികളില്ലാത്ത പ്രദേശങ്ങളിൽ, അർദ്ധരാത്രിക്ക് ശേഷം. അതുകൊണ്ട് കൊലയാളിയെ ആരും കണ്ടില്ല. പോലീസ് ചില ആളുകളെ സംശയിച്ചു, ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. തെളിവുകളില്ലാത്ത കാരണങ്ങളാൽ അവരെ വിട്ടയച്ചു. സ്റ്റോൺമാൻ ഇന്നും പിടികിട്ടാപ്പുള്ളിയായി തുടരുന്നു. 1985 മുതൽ 89 വരെ ഏകദേശം 12 മുതൽ 13 വരെ ആളുകൾ കൊല്ലപ്പെട്ടു. പലരും ദിവസവേതനത്തിന് തൊഴിലാളികളായിരുന്നു. അവർക്ക് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മരണങ്ങൾ വളരെ പെട്ടെന്ന് വാർത്തകളിൽ നിന്നും മറഞ്ഞു. 1989 ശേഷം ഈ കൊലപാതകങ്ങൾ പെട്ടെന്ന് അവസാനിച്ചു. സ്റ്റോൺമാൻ വീണ്ടും ആക്രമിച്ചില്ല. പോലീസിന് ഒരു ചോദ്യം മാത്രം: എന്തുകൊണ്ട്? ഈ കേസിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഇത് ഒരു സീരിയൽ കില്ലർ ആയിരിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ.